നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ദൃശ്യം മോഡൽ കൊലപാതകമോ? അത്തരത്തിൽ പല രീതിയിലുള്ള കൊലപാതകം നമ്മൾ കേരളം കേട്ടതാണ്. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞോ, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞോ ഇത്തരത്തിൽ കൊലപാതകം നടത്തി ആരും അറിയാതെ കുഴിച്ചിട്ട് ശവശരീരങ്ങൾ കണ്ടെത്തുന്ന വാർത്ത ഇന്ന് കേരളത്തിലും സ്ഥിരമാണ്. ഇപ്പോഴിതാ 1.25 വർഷം മുമ്പ് കോഴിക്കോട് നിന്ന് കാണാതായ ബത്തേരി സ്വദേശിയുടെ മൃതദേഹം തമിഴ്നാട് അതിർത്തിയിലെ വനത്തിലെ ചതുപ്പിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വയനാട് ബത്തേരി പുറാല വിനോദ് ഭവനിൽ കുഞ്ഞിക്കണ്ണന്റെ മകൻ ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീലഗിരിയിലെ ചേരമ്പാടി കാപ്പിക്കാട്ടെ വനത്തിൽ നിന്ന് ശനിയാഴ്ച പകൽ കണ്ടെത്തിയത്. 53 വയസ്സാണ് ഹേമചന്ദ്രന്റെ പ്രായം. തറനിരപ്പിന് 4 അടിയോളം താഴ്ചയിൽ മറവ് ചെയ്ത മൃതദേഹം കുനിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കാര്യമായി അഴുകാത്ത രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഊട്ടിയിലേക്ക് കൊണ്ടുപോയി. മൃതദേഹം ഒളിപ്പിക്കാനും തുടർന്ന് അന്വേഷണം വഴിതെറ്റിക്കാനും ശ്രമിച്ച സുൽത്താൻ ബത്തേരി സ്വദേശികളായ മാടക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ, വെളപ്പന പള്ളുവാടി BS അജീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി നൌഷാദ് ഗൾഫിലാണുള്ളത്. അജേഷിനെ മുഖംമൂടി ധരിച്ച് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നൌഷാദിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പ്രതികൾ ഇതിൽ പങ്കുണ്ടെന്നാണ് സൂചന. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്ന് ടൗണിലേക്കാണെന്ന് പറഞ്ഞു പോയ ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് 2024 ഏപ്രിൽ 1-നാണ് ഭാര്യ NM സുബിഷ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. 2024 മാർച്ച് 20-ന് പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചാണ് മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ച ഹേമചന്ദ്രനെ പിന്നീട് 2 പേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു. ഈ കേസിന്റെ അന്വേഷണമാണ് നാടകീയ സംഭവ വികാസങ്ങൾക്ക് ശേഷം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. റിയൽ എസ്റ്റേറ്റ്, സ്വകാര്യ ചിട്ടി കമ്പനി, റെന്റ് എ കാർ തുടങ്ങിയ ഇടപാടുകൾ നടത്തിവന്ന ഹേമചന്ദ്രൻ 20 ലക്ഷത്തോളം രൂപ പലർക്കും നൽകാനുണ്ടായിരുന്നു. മിസ്സിംഗ് കേസായി നടത്തിയ അന്വേഷണത്തിനിടയിലും ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഉപയോഗിച്ച് ഇയാൾ ജീവിച്ചിരിപ്പുള്ളതായി ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പ്രതികളിൽ ഒരാൾ മൈസൂരിൽ നിന്ന് ഹേമചന്ദ്രന്റെ മകളെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ സൈബർ അന്വേഷണമാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് സൂചന. കേരള തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ A ഉമേഷ്, ഇൻസ്പെക്ടർ PK ജിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണത്തിലാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ, DCP അരുൺ K പവിത്രൻ തുടങ്ങിയവരും കോഴിക്കോട്ടെയും വയനാട്ടിലെയും അന്വേഷണം ഏകോപിപ്പിച്ചു. 1.25 വർഷം മുമ്പ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഹേമചന്ദ്രനെ വനത്തിലെ ചതുപ്പിൽ നിന്ന് മണ്ണ് നീക്കി പുറത്തെടുക്കുന്ന നിമിഷം വരെ അന്വേഷണ സംഘത്തിന് ആശങ്കയായിരുന്നു. പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴി സത്യമല്ലാതാകുമോ എന്ന ആശങ്ക. കാരണം മുൻപും പല ഘട്ടങ്ങളിലും അന്വേഷണം വഴിതിരിച്ചുവിട്ട പ്രതികൾ മൃതദേഹം പറഞ്ഞെടുത്ത് തന്നെയാണ് ഒളിപ്പിച്ചത് എന്നതിൽ സംശയമുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ പ്രതി അജീഷ് എന്ന അപ്പു ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മണ്ണുമാന്തി ഉപയോഗിച്ച് കിടങ്ങെടുത്തപ്പോൾ കാര്യമായി അഴുകാത്ത മൃതദേഹമാണ് പോലീസ് കണ്ടത്. ഈ വനഭൂമിയിലെ തണുപ്പാണ് മൃതദേഹം കാര്യമായി അഴുകാതിരിക്കാൻ ഇടയാക്കിയതെന്നാണ് നിഗമനം. പ്രധാന റോഡിൽ നിന്നും 1 കിലോമീറ്ററോളം വനത്തിനുള്ളിൽ 4 അടിയോളം താഴ്ചയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നതെന്നും 10 ദിവസം പിന്നിട്ടിട്ടും കാണാതായതിനെ തുടർന്നാണ് ഭാര്യ NM സുബിഷ മാർച്ച് 30-ന് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. തുടക്കത്തിൽ SI T കാസിം അന്വേഷിച്ച കേസിൽ 1 വർഷം പിന്നിട്ടിട്ടും തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല. ഹേമചന്ദ്രന്റെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തെളിവുകൾ ലഭിച്ചത്. ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ പോലീസിന് ലഭിച്ച സുപ്രധാന വിവരവും സംഭവത്തിന്റെ ചുരുളഴിക്കാൻ സഹായകരമായി. തുടർന്നാണ് ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് കുമാർ, അജേഷ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. മായനാട് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഹേമചന്ദ്രനെ ഫോണിൽ സ്ത്രീ ശബ്ദത്തിൽ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിനടുത്തേക്ക് വിളിച്ചു വരുത്തിയതായും കാറിൽ കയറ്റി ബത്തേരി, റിപ്പൺ, ചേരമ്പാടി എന്നിവിടങ്ങളിൽ എത്തിച്ചതായും പിടിയിലായവർ പറഞ്ഞു. ഹേമചന്ദ്രന്റെ മക്കൾ ലല്ലു, വൃന്ദ, മരുമകൻ BV ബിനിൽ എന്നിവരാണ്. ഏതായാലും ഇനി കൂടുതൽ പ്രതികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും. എവിടെ വെച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതെന്നും എങ്ങനെയാണ് മൃതദേഹം അവിടെ മറവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും വ്യക്തമാവുകയുള്ളൂ. മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ.